ഈ റിവ്യൂ എന്ന് പറയുമ്പോൾ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ വാക്കൊക്കെ ഉണ്ട് ഇപ്പം. അപ്പൊ അതിനെതിരെ ഒരു കേസൊക്കെ പല കേസുകളും അശ്വിനെതിരെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കേസ് അവിടെ ഉണ്ട്. അത് പിന്നെ അതിൻ്റെ പ്രോഗ്രഷൻ അറിയില്ല. പിന്നെ വിളിയോ അല്ലെങ്കിൽ നോട്ടീസോ ഒന്നും വന്നിട്ടൊന്നുമില്ല. ഒരു ഹിയറിങ്ങിനെ പോയിട്ടുണ്ടായിരുന്നു റിവ്യൂ ബോംബിങ്ങിൻ്റെ. അത് ഒരു ഇൻ്റർവേഷൻ അത് കഴിഞ്ഞ് ഈ റിവ്യൂ ബോംബിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന് കേസിന് വിളിക്കുമ്പോൾ എന്താ ആക്ച്വലി അവർ പറയണേ? അല്ലല്ല, അത് ആക്ച്വലി അത് മീഡിയ ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ് റിവ്യൂ ബോംബിംഗ് എന്നുള്ളത്. അത് കോടതി പറഞ്ഞിട്ടുള്ള സംഭവം ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം വാങ്ങി റിവ്യൂ ചെയ്യരുത്, പണം വാങ്ങി ബ്ലാക്ക് മെയിൽ ചെയ്യരുത് എന്നുള്ളതാണ് കോടതി. അങ്ങനെ അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. ബ്ലാക്ക് മെയിൽ ചെയ്യരുത്. അതായത് നിങ്ങൾ ഇത്ര 5 ലക്ഷം രൂപ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പടത്തെ നെഗറ്റീവ് പറയും. അങ്ങനെയാണ് കേസ് പറയുന്നത്. അങ്ങനെയാണ് കോടതിയിൽ. പിന്നെ കോടതി ഇതിൽ പറഞ്ഞിട്ടുള്ള ബോംബിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് കോടതി ഉദ്ദേശിച്ചിരിക്കുന്നത്. മീഡിയ അത് എല്ലാ റിവ്യൂ ബോംബിംഗ് ആയിട്ട് അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്ത്. ഞാനിത് നേരിട്ട് പോയിട്ടുള്ള ആളല്ലേ, അദ്ദേഹം പറയുന്നത്. റിവ്യൂ ചെയ്യരുതെന്ന് കോടതി എങ്ങനെ പറയാ? റിവ്യൂ ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ, അത് നമ്മളെ മൗലിക അവകാശമല്ലേ. അപ്പോൾ അതിലല്ല കോടതി റിവ്യൂ ചെയ്യാനല്ല കോടതി ബോംബിംഗ് ഉദ്ദേശിച്ചത്. ആൾക്കാരെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചെന്ന് വെച്ചാൽ നെഗറ്റീവായിട്ട് സിനിമയെക്കുറിച്ച് പറയുന്നതാണ് ബോംബിംഗ് എന്നുള്ള. അതല്ല ബോംബിങ്. ബ്ലാക്ക് മെയിൽ ചെയ്ത് പൈസ ആവശ്യപ്പെടുക, എന്നിട്ട് ചെയ്യാം. കേസാണോ വന്നേക്കുന്നത്? ആ, ഈ പടം ഇനി വരുമ്പോൾ റിവ്യൂ ചെയ്യും അറിയില്ല. അത് പടം എനിക്ക് കാണാൻ ഇപ്പം വലിയ സ്റ്റാറിനെ വെച്ച് ചെയ്ത് എന്തായാലും ചെയ്യും. ഇപ്പം ദിലീപ് ഇങ്ങനെ വീണ്ടും ഡിലീറ്റ് ചെയ്യും? ഇല്ലില്ല, ദാറ്റ്സ് ഓൾ ഓവർ. അതില്ല. ജീവന് ഭീഷണി വന്നാലും ഇനി പിന്നോട്ട് പോകില്ല. ഇല്ലല്ല, ജീവന ഭീഷണി അല്ലെങ്കിലും ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ ജീവൻ എപ്പോഴും ഭീഷണി ഉണ്ട്. ആരിൽ നിന്ന്? അതാരും ആവാം. അതെനിക്ക് ഇൻസൈഡ് റിപ്പോർട്ട് എനിക്ക് അറിയാം. അല്ല, സിനിമ റിവ്യൂ ചെയ്തുകൊണ്ട് മാത്രം വന്ന ശത്രുക്കള്? അതെ. അല്ലാതെ ഞാൻ എന്താ വെറുതെ ചെയ്തേ? അല്ല, ഇനി ശത്രു ഒരു സിനിമ റിവ്യൂ ചെയ്തു, അശ്വന്ത് റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരു സിനിമ ഫ്ലോപ്പ് ആവുമോ? അല്ല, അവർക്ക് പേഴ്സണൽ റിലേഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ചിലപ്പോൾ പറയുന്ന രീതി കൊണ്ടായിരിക്കാം. മനസ്സിലായോ? ചെറിയ ആൾക്കാർ അവർക്ക് തോന്നുമായിരിക്കും ഞാൻ കാരണമാണ് അവരുടെ കരിയർ മോശമായതെന്നോ നശിച്ചതെന്നോ ഒരാൾക്ക് തോന്നി. വ്യക്തിപരമായി വെഞ്ചൻസ് ഉണ്ടാവാനോ? കാരണം ഇത് ഒരു മനുഷ്യനെ 100 മനുഷ്യന്മാരിലല്ലോ ഞാൻ ഡീൽ ചെയ്യുന്നത്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ 10-300 ആൾക്കാരായി. അങ്ങനത്തെ 100 കണക്കിന് സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതിലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിന് തോന്നിയാൽ പോരെ? അല്ലെങ്കിൽ ഒരു കോക്കസ് ഉണ്ടാക്കിയാൽ പോരെ? ഇവരത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരല്ലേ. മനസ്സിലായോ? അപ്പോൾ അവർക്ക് പൈസയുണ്ട്, പവറുണ്ട്, ഇതൊക്കെ ഉള്ളിലുണ്ട്. ഉണ്ട്. പക്ഷെ അത് കഴിച്ച് പേടിച്ചിട്ട് ജീവിക്കുന്നല്ലേ കേട്ടോ. അങ്ങനെ വെച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് നിർത്തുന്നില്ല. എനിക്ക് ഓൾറെഡി വേറെ ജോലിയുണ്ട്. ഇപ്പം ലീവാണ്. ലീവ് എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത ജോലിയുണ്ട്. അപ്പൊ പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫല്ലേ ഉള്ളൂ. പിന്നെ 40-40 വയസ്സായി. ഇനിയിപ്പം വെറുതെ അങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട. എത്ര വയസ്സ്? 40 വയസ്സായിട്ടില്ല, 40 ആവും വൈകാതെ. നമ്മളൊക്കെ ഒരേ പ്രായമായിരിക്കും. 40s കിടക്കും ഇപ്പോൾ അധികം വൈകാതെ. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇത്രയൊക്കെ ജീവിച്ചു, ഇനി അത്രയൊക്കെ മതി. ഇനി ബാക്കി വരുന്ന പോലെ നോക്കാം. ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഈ എപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതിനാണ് ഇങ്ങനെ ചെയ്യണം, നല്ല ജോലിയില്ലേ? അല്ല, വീട്ടുകാർക്ക് ഞാൻ ജോലി അവർക്ക് വീട്ടുകാർക്ക് ഞാൻ ജോലിക്ക് പോകുന്ന താല്പര്യം, അതായത് ഉള്ള ജോലിക്ക് പോകുന്ന താല്പര്യം. പക്ഷെ എനിക്കത് പോകുന്ന വലിയ താല്പര്യമില്ല. അപ്പൊ എനിക്ക് എൻ്റെ താല്പര്യമില്ല വലുത്, വീട്ടുകാരുടെ താല്പര്യമില്ലല്ലോ. ഓക്കെ. ഈ പിന്നെ സിനിമയെ പറ്റി നമ്മൾ കണക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഏറ്റവും കൂടുതൽ പറയണല്ല, അശ്വൻ തന്നെ പല റിവ്യൂ പറഞ്ഞിട്ടാണ് ഈ വനിത യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു പേരും അവിടെ വരുന്ന ഒരുപാട് പ്രത്യേക കഥാപാത്രങ്ങളുണ്ട്, കോമാളികൾ. ഓക്കെ, ഞാൻ ആ വേർഡ് യൂസ് ചെയ്യുന്നില്ല, ബട്ട് സ്റ്റിൽ എന്നാലും പ്രത്യേക കോമാളി ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ കോമാളിയല്ല. അതായത് വേഷം കെട്ടി വരുന്ന ആൾക്കാരുണ്ടല്ലോ, മറ്റേ സർക്കസിലൊക്കെ വരുന്ന പോലെ ജോക്കേഴ്സ്, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പം അവിടുത്തെ റിവ്യൂ വരുന്നു. അവിടുത്തെ റിവ്യൂ ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നീട് വരുന്ന ആൾക്കാരെല്ലാം സ്ഥിരമായി ഒരേ സിനിമ, എല്ലാ സിനിമയ്ക്കും വരുന്ന ഒരേ ആൾക്കാർ എന്നുള്ളൊരു മൂഡിലേക്ക് വന്ന് ആ റിവ്യൂവിന്റെ ഒരു ജെനുവിനിറ്റി ചിലപ്പോൾ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോ ഇല്ലല്ലോ. അത് പൊളിഞ്ഞിട്ട് കാലം എത്രയായി? ഇപ്പോഴും ഉണ്ട്. ഇല്ലില്ല. ആരുണ്ട്? ഒരാൾ പറഞ്ഞ ആരുമില്ല. റിവ്യൂ പറഞ്ഞ ഇഷ്ടംപോലെ. എല്ലാ റിവ്യൂ പറയുന്നല്ല, മറ്റേ വേഷം കെട്ടി വന്നിട്ടുള്ള എന്താ കോസ്പ്ലേ എന്താ പറയുന്നത്, അതില്ലേ ഇപ്പോ? അങ്ങനെ. ഓക്കെ. ഓരോ സിനിമയ്ക്ക് അവരിപ്പോഴും സോഷ്യൽ മീഡിയയിലും ഈ സിനിമ ലൊക്കേഷനിലും പൂജകളിലും സജീവമായി പോകും. ഇപ്പം പറയുന്ന ആൾക്കാർ സിനിമയുടെ ക്രൂവും അവരെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെ തന്നെയാണ്.
മറ്റേ ഞാൻ പറഞ്ഞ ആറാട്ടണ്ണൻ, അലിൻ ജോസ്, അവരൊക്കെ ഇപ്പോഴും സജീവമായിട്ട് തന്നെ ഉണ്ട്. അവര് വേറെ അഭിനയത്തിലില്ലെന്ന് ഇല്ല. അതാ ഞാൻ പറഞ്ഞേ. മറ്റേ അതൊരു ഭയങ്കര കയോട്ടിക് സിറ്റുവേഷൻ ആയ ഒരു സമയത്ത് ഇവര് തമ്മിൽ മത്സരമല്ലേ. മറ്റേ കിംബോയ്, വേറെ കാസർഗോഡുള്ള വേറെ കക്ഷി, പിന്നെ വേറെ കക്ഷി ഉണ്ടായിരുന്നു പുഷ്പയുടെ സമയത്തൊക്കെ വന്നിട്ട് കറക്റ്റ് മേക്കപ്പ് ഇട്ട് വരുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ പിടിച്ച് വരുന്ന കക്ഷി. ആ ഇപ്പൊ ആരും ഇല്ല. അപ്പൊ വനിതാ വിനോദയ്ക്ക് ആ ഒരു കൾച്ചർ പോയി. ഇപ്പൊ ഇതുണ്ട്, അത് പണ്ടേ ഉണ്ടല്ലോ. ഇത് ക്രൂ മെമ്പേഴ്സും എല്ലാവരും വനിതയെന്നല്ലേ സിനിമ കാണുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും പോസിറ്റീവ് കിട്ടുമല്ലോ. ഫസ്റ്റ് വർഷം ഇറങ്ങി വരുന്നത് എല്ലാവരും നല്ലതല്ലേ പറയാം. പിന്നെ മറ്റു സിനിമാക്കാരും അതുവരെ തന്നെ ഏർപ്പാടാം. നമുക്ക് ഓൺലൈൻ മീഡിയക്ക് അറിയാലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലല്ലോ. ഈ എങ്ങനെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നു? ശരിക്കും ബോറടിക്കില്ലേ കുറച്ച് കഴിയുമ്പം? പുറത്തിറങ്ങാറില്ല, ഫ്രണ്ട്സ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ റിപ്പീറ്റഡ്ലി സിനിമ കാണാൻ ചിലപ്പോൾ ഡ്രിങ്ക്സ് കഴിയാം, ഓക്കെ, ബട്ട് സ്റ്റിൽ അല്ലാതെ ഉള്ള ഒരു എൻജോയ്മെന്റ് സൈഡ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാറില്ല വീക്കെൻഡ്സ് അല്ലാതെ ബാക്കി സമയങ്ങളിൽ? ഇല്ല, ഞാൻ ബേസിക്കലി ഭയങ്കര മടിയനാണ്. അപ്പോൾ എനിക്ക് ആ മടിയിലെ ആൾക്കാർക്ക് അറിയാം. അവർക്ക് അങ്ങനെ വെറുതെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടം, മനസ്സിലായില്ലേ. അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ മുമ്പ് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഈ പബ്ലിക് റിലേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ആളുകൾ തീരെ മര്യാദയില്ല. ഞാൻ പല ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുള്ള സിക്സ് സെൻസ് ഇല്ല, ആ ഒരു കൾച്ചേഴ്സ് മാനേഴ്സ് ഇല്ല. അപ്പോൾ വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം, അത് മെൻ്റലി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ടൊക്കെ പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പഠിക്കുന്ന സമയത്ത് നമ്മൾ പുറത്ത് പോകണം, ജോലി ചെയ്യുന്ന സമയത്ത് പുറത്ത് പോകണം, ബസ്സിൽ കയറണം. ഒരു പോസ്റ്റ് കോവിഡ് പീരീഡ് കഴിഞ്ഞ ശേഷം പിന്നെ അങ്ങനെ പിന്നെ ബസ്സിലും പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് പുറത്ത് ആളുകളായിട്ട് ഇപ്പോൾ ഡ്രൈവിങ് ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര മോശം ഡ്രൈവിങ്, 90% ആവും. അത് ഡ്രൈവിങ് അറിയില്ല, ലൈസൻസ് വെറുതെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമുണ്ട്. പിന്നെ ആളുകൾ തിയേറ്ററിൽ തന്നെ ഞാൻ ഭയങ്കര ചൂസ് ചെയ്യാനുള്ള തിയേറ്ററിലേ പോകാറുള്ളൂ. ഈ ടിക്കറ്റ് ചാർജ് കുറഞ്ഞ തിയേറ്റേഴ്സിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനർത്ഥം അതായത് പണക്കാരല്ലാത്ത ആളുകൾ മോശക്കാരെന്നുള്ളതല്ല, വലിയ ക്രൗഡ് വരുന്നപ്പോൾ കോഴിക്കോട് രാധാ തിയേറ്റർ, കൈരളിയിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്താണ്. കുറേ ആൾക്കാർ വെറുതെ കാര്യം വരും, സിനിമയ്ക്ക് വരുന്നതല്ല. എന്നിട്ട് ഫാമിലിയൊക്കെ ബസ് ലേറ്റായാലും വരും, എന്നിട്ട് കുട്ടികൾക്ക് കാർട്ടൂൺ വെച്ച് കൊടുക്കും. ചിലപ്പോൾ മലയാളീസ് തന്നെ ആയിരിക്കില്ല. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് പിന്നെ സീറ്റിൽ ചവിട്ടുക, നിങ്ങൾക്ക് അറിയാലോ തിയേറ്ററിലെ പ്രശ്നം അറിയാലോ. ഫോൺ യൂസ് ചെയ്യുക, ലൈറ്റ് അടിക്കുക, ഗെയിം കളിക്കുക. അപ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. ഇവരെപ്പോൾ ഇടിക്കാനും പറ്റില്ല, അതിനടുത്ത കേസാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ട് ചെയ്യാറില്ല. ഈ ഇപ്പം അശ്വന്ത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പം അശ്വന്ത് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങുന്നില്ല, ആൾക്കാർ ശരിയല്ല, സംസാരം ശരിയല്ല, സിവിക് സെൻസ് ഇല്ല, വണ്ടി ഓടിക്കാൻ അറിയില്ല. മൊത്തത്തിൽ അശ്വന്ത് കാണുന്ന എല്ലായിടത്തും ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ആൾക്കാരുടെ പ്രശ്നമാണോ അശ്വന്തിന്റെ പ്രശ്നമാണോ? ചുറ്റുമുള്ള എല്ലാവർക്കും ഈ ഓടുന്ന സിനിമയിലൊരു സീനുണ്ട്, എന്റെ കൂടെയുള്ള 48 പേർക്കും വഴി തെറ്റി, അപ്പൊ നിങ്ങൾക്കാണോ തെറ്റി? അല്ല, ഞാൻ പെരിയസ്വാമി, എനിക്ക് തെറ്റില്ല എന്ന് പറയുന്ന പോലെ. അത് അശ്വന്തിന്റെ ഇഷ്യൂ ആയിരിക്കില്ലേ? അല്ല, അത് പെർസ്പെക്റ്റീവ് അനുസരിച്ച് മാറും. നിങ്ങൾക്ക് അങ്ങനെ പറയാം, എന്റെ ഇഷ്യൂ ആണെന്ന് പറയാം, ഞാൻ നിങ്ങളെ ഇഷ്യൂ ആണെന്ന് പറയാം. അത് പെർസ്പെക്റ്റീവ് ചേഞ്ച് അല്ലേ. അപ്പൊ ആൾക്കാർ പറയാം, അതല്ല ഞാൻ പറയാം. അപ്പൊ എനിക്കില്ലല്ല, എന്റെ പ്രശ്നമല്ല. ആൾക്കാർ മര്യാദ ഇല്ല എന്നുള്ളൊരു ഫാക്റ്റാ. നിങ്ങളൊന്ന് റോഡ് ഇറങ്ങി വണ്ടി ഓടിച്ച് നോക്ക്, അപ്പോൾ മനസ്സിലാവും ആൾക്കാർ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്നതെന്ന്. നിങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലെ ആൾക്കാർ വണ്ടി ഓടിക്കാൻ നോക്ക്, തിയേറ്ററിൽ മറ്റുള്ള രാജ്യത്തെ ആൾക്കാർ ഇങ്ങനെ പോട്ടെ. ഒരു പബ്ലിക് ഫംഗ്ഷൻ എങ്ങനെ ആൾക്കാർ, ഒരു പ്രസംഗം ആൾക്കാർ എങ്ങനെ കേൾക്കുന്നത്? പ്രസംഗം വരെ കേട്ടോണ്ടിരിക്കുമോ? എൻ്റെ കൂവി ഓടിക്കുകയും കൈ അടിക്കുകയും ചെയ്യുമല്ലേ. ഒരു കോൺസേർട്ട് വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റും, വളരെ റെയറായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് എൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല, ആൾക്കാരുടെ പ്രശ്നം തന്നെ. സ്കൂളും കോളേജൊക്കെ പ്രാസംഗികനായിരുന്നോ? എനിക്ക് ഭയങ്കര എക്സ്ട്രീം സ്റ്റേജ് ഫിയറുള്ള ആളാണ്. വരയ്ക്കും ഞാൻ സ്റ്റേജ് കയറിയാൽ. ഇപ്പോഴും വരയ്ക്കും. ഞാൻ പബ്ലിക് ഫംഗ്ഷൻസും പോകാറില്ലല്ലോ. പിന്നെ അത്രയും വല്ല എന്താ പറയുക, എക്സെപ്ഷണൽ ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്താണെങ്കിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. വിറയ്ക്കുന്ന വെച്ചാൽ ആൾക്കാർക്ക് എൻ്റെ വിറയിൽ കാണില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ സ്റ്റേജ് ഫിയർ അങ്ങനെയാണല്ലോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അങ്ങ് മാറും. പിന്നെ എനിക്ക് നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റൂല. അത് കോൺഫിഡൻസിന്റെ പ്രശ്നമുണ്ടെന്നോ? കോൺഫിഡൻസ് ഒരു സ്റ്റേജ് ഫിയർ ഉള്ളവർക്ക് നിന്ന് സംസാരിക്കാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ ഞാൻ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് പോയിട്ട് ഒരു ആളുകളെ കയ്യിലെടുത്ത് സംസാരിക്കുക അതെനിക്ക് പറ്റൂല. അല്ലാതെ ഇപ്പോൾ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ പറയും. അല്ലെങ്കിൽ ഒരു ഇപ്പം നടക്കുന്ന പരിപാടികളുണ്ടല്ലോ, ഫെസ്റ്റിവൽസ്, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, ഫിലിം, അതിൽ ഇരുന്നിട്ട് നമ്മൾ ഒരു ആങ്കറും 3 ആൾക്കാർ ഇരുന്ന് സംസാരിക്കൂലേ, അതെനിക്ക് ഓക്കെയാണ്. അതെനിക്ക് ഓക്കെ. അല്ല, ഒറ്റയ്ക്ക് എൻ്റെ തലയിലാക്കിയിട്ട് ഞാൻ നിന്ന് സംസാരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് കംഫർട്ടബിൾ അല്ല, ഞാനതിന് ഓക്കെ അല്ല. ഈ സിനിമ റിവ്യൂ, ഇപ്പൊ പ്രൊമോഷൻ ഇന്റർവ്യൂസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നടക്കുന്നുണ്ട്. അത് തന്നെ ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് കണ്ടിന്യൂസ് നടന്നത്, അത് തന്നെ ആൾക്കാർക്കും മടുത്തു തുടങ്ങി. ഇപ്പം സിനിമാക്കാർക്കും മടുത്തു തുടങ്ങി, ആൾക്കാരും കണ്ട ഒരേ പരിപാടികൾ തന്നെ റിപ്പീറ്റഡ്ലി പൊക്കോണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതിന്റെ ഒരു കാലഘട്ടം ഒരു പക്ഷേ അധികം നാളത് മുമ്പോട്ട് പോകാതെ മറ്റൊരു സ്റ്റേജിലേക്ക് ഇപ്പൊ എത്തിയേക്കാം. ഈ റിവ്യൂവിന്റെ ഒരു ഭാവി എന്താണ്? ഏതൊരു കാലഘട്ടം വരെ റിവ്യൂ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മറ്റേ പേഴ്സണൽ റിവ്യൂസ് ആണോ അതോ സിനിമയുടെ റിവ്യൂ ചെയ്ത്? മറ്റേ പ്രോഗ്രാമിനെ കുറിച്ചല്ലല്ലോ. ഏത് പ്രോഗ്രാം?
അല്ലെങ്കിൽ സിനിമ പ്രൊമോഷൻ പ്രോഗ്രാം പ്രൊമോഷൻ ഓക്കെ. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ പ്രൊമോഷൻ എന്ന് വെച്ചാൽ ഒരു സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു സിനിമയുടെ 10 ഇന്റർവ്യൂ കൊടുക്കുന്നു. അതിങ്ങനെ വന്ന് നടന്മാർക്കും മടുത്തു, ടെക്നീഷ്യന്മാർക്കും മടുത്തു, ഓഡിയൻസിനും കാണുന്നുണ്ട് മടുത്തു. ഏതോ 1-2 മനസ്സിലായി. അത് ഗ്രാജുവലി ഗ്രാഫ് താഴേക്കാ പോണേ. അതുപോലെ തന്നെ റിവ്യൂവിന്റെ ഒരു ഫ്യൂച്ചർ എന്താണ്? സിനിമ എന്നും കാണും, പക്ഷേ റിവ്യൂവിന്റെ ഒരു ഭാവി എന്തായിരിക്കും? എത്ര വർഷം ഇതേപോലെ പോകാൻ പറ്റും? അതെ അത് ഞാൻ പറയാം. അതായത് സിനിമ റിവ്യൂസിന് പ്രത്യേകത ഉണ്ട്. കാരണം ഇറ്റ്സ് ബേസ്ഡ് ഓൺ സിനിമാസ്. അപ്പോൾ സിനിമ ആളുകൾ ഇഷ്ടപ്പെടുന്നിടത്തോളം കാലം, സിനിമ ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കുന്നിടത്തോളം കാലം റിവ്യൂസിനും അതേ വ്യൂസും പ്രസക്തിയുണ്ട്. പക്ഷേ അത് ആളുകൾ മാറിയേക്കാം. ഇപ്പം ഞാൻ വരുന്നതിന് മുമ്പേ ഇവിടെ സുധീഷ് പൈനൂരൊക്കെ വലിയ കുട്ടി റിവ്യൂർ ആയിരുന്നു. പക്ഷേ പുള്ളി ഇപ്പം ജോലി തിരക്ക് കാരണം അല്ലാതൊന്നും മൺസൂൺ മീഡിയനാണ് സുധീഷ് പൈനൂർ. അപ്പോൾ പുള്ളിക്കൊന്നും ഇപ്പോൾ വലിയ റീച്ചില്ല എന്ന് മാത്രമല്ല പുള്ളി അങ്ങനെ ടൈംലി ആയിട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ജോലി ഉണ്ടോ എനിക്കറിയാം. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് ഉണ്ണി ഗംഭീരമായിട്ട് റീച്ച് അടിച്ച് പോയിക്കൊണ്ടിരുന്ന. അപ്പോൾ അങ്ങനെ ഓരോ സമയത്ത് ഓരോ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ വന്നിപ്പോൾ കുറച്ചേരം ഞാൻ നിൽക്കുന്നുണ്ട്. ഇനി എന്നെക്കാളും താല്പര്യമുള്ള ആളുകൾക്ക് താല്പര്യമുള്ള റിവ്യൂർ വന്നു കഴിഞ്ഞാൽ എൻ്റെ റീച്ച് സ്വാഭാവികം കുറയും. ഇപ്പോൾ റിവ്യൂസ് എന്തായാലും ഉണ്ടാവും, ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം സിനിമ എന്നും ഇങ്ങനെ സ്വയം നവീകരിച്ച് പോകുന്ന ഒരു മാധ്യമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ ആൾക്കാർക്ക് ഇത്രയും കാര്യമായിട്ടും എടുത്തിട്ടുണ്ടോ? ഇല്ല. പാട്ടുകൾ ആൾക്കാർക്ക് എടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫുഡ് ബ്ലോഗേഴ്സൊക്കെ വൻ ഡൗൺ ആയി. ഫുഡ് ബ്ലോഗിങ് ഇനി ഇനി എന്ത് ഫുഡ് ഇവിടെ ഉണ്ടാക്കി കാണിക്കണ്ടേ? കണ്ടതന്നെ വീണ്ടും കാണുന്നതല്ലാതെ എക്സൈറ്റ്മെന്റ് പോയി ആൾക്കാർക്ക്. ഹോട്ടലിൽ പോയിട്ട് ഇപ്പം മൃണാളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സാധനം ഉണ്ടല്ലോ, ഹോട്ടലിൽ പോയിട്ട് അതന്നെ റെസ്റ്റോറൻറ്റ്സ് പോയിട്ട് ഇത് ഫുഡ് അടിച്ചിട്ട് അതിനിപ്പം വലിയ വ്യൂസ് ഇല്ല. പക്ഷെ പഴയത് ഞാനിപ്പോഴും കാണാറുണ്ട് മൃണാളിൻ്റെ ഒക്കെ. പക്ഷേ പുതിയ വീഡിയോ വരുന്നുണ്ടോ നോക്കി അങ്ങനെ കാണാറില്ല. ഇപ്പം ഫിറോസ് ചുട്ടിപ്പാറേൻ്റെ ഒക്കെ അടുത്ത് പുള്ളി വലിയ വലിയ ഹെവി സാധനങ്ങൾ കുക്ക് ചെയ്യുമല്ലോ, ഒരു പോത്തിനെയൊക്കെ ഒന്നിച്ച്, അത് കണ്ടു മടുത്ത്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ഇതൊക്കെ മടുത്ത്. അപ്പോൾ ഇതെനിക്ക് സിനിമ ബേസ്ഡ് ഓൺ സംതിങ് എൽസ് അല്ലേ. അപ്പോൾ സിനിമ റിവ്യൂസിന് മടുക്കൂല. ആൾക്കാർ മടുക്കുമായിരിക്കും, പക്ഷേ റിവ്യൂസ് മടുക്കൂല. എല്ലാ സ്ഥലത്തും ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഇപ്പം എല്ലാവരും ബ്ലൂ സട്ടേനൊക്കെ എപ്പോഴും കണ്ടോണ്ടിരിക്കുന്നില്ലേ. മടുത്തിട്ടുണ്ടെ അങ്ങനെ വ്യൂസ് വരില്ലല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ മംഗളം എന്ന് പറഞ്ഞ മാഗസിനില് ഗാനതർപ്പണം എന്ന് പറഞ്ഞൊരു പങ്ക്തി ഉണ്ടായിരുന്നു. അറിയാം. TP ശാസ്ത്രമംഗലം. ഞാൻ ആദ്യമായിട്ട് വായിച്ചൊരു റിവ്യൂ അതാ. അദ്ദേഹം പാട്ടിന്റെ വരികളെ കൊല വിളിച്ചെഴുതും. അപ്പം പക്ഷെ അദ്ദേഹത്തിന്റെ പേര് പോലും പലയിടത്തും പരാമർശിക്കപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ റിവ്യൂവിന് ഇപ്പൊ പഴയ പോലെ പാട്ടിന് ഇന്ന് ആര് റിവ്യൂ ചെയ്യുന്നു? എന്നാലും പാട്ടിപ്പോ ഉണ്ടോ? പാട്ട് ആൾക്കാർ കേൾക്കാറുണ്ട്. അല്ല, വേറെ കക്ഷിയുണ്ട്, പുള്ളിയുടെ പേരെന്ന് പറഞ്ഞു, പാട്ട് വർത്താനം അല്ല, ഇപ്പം വേറെ കക്ഷി ഉണ്ടെന്ന് പാട്ട് വർത്താനം ചെയ്യുന്നത് റിവ്യൂ അല്ല ചെയ്യുന്നത്. അല്ല, പക്ഷെ പുള്ളിയുടെ ഇതിന് വ്യൂസ് ഉണ്ട്. അത് കാലഘട്ടം മാറിയില്ലേ, എഴുത്തല്ലല്ലോ ഇപ്പം. പറയുന്നതിന് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്. പറയുന്ന ആളുകൾക്ക് കണ്ടിരിക്കാൻ തോന്നണം വീഡിയോ കാണുമ്പോഴേ. എഴുത്ത് നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു പാട്ടിനെ റിവ്യൂ ചെയ്യോ പോസ്റ്റ്മോർട്ടം ചെയ്യോ അല്ല. ദിവ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് അത് പറയും, അതിന്റെ അർത്ഥങ്ങൾ പറയാറുണ്ട്. പുള്ളിയാണ് മറ്റേ ഇതിലെ തെങ്കാശിപട്ടണത്തിൽ അതൊക്കെ ഡീകോഡ് ചെയ്തത്. അതുപോലെ തന്നെ എ.ആർ. റഹ്മാന്റെ യോധയിലൊക്കെ വർക്ക് ചെയ്തത്. അതെ, പുള്ളി എനിക്കറിയാം. അപ്പം പുള്ളിക്ക് വ്യൂസ് ഉണ്ട്. അതായത് കാലം മാറുന്നതനുസരിച്ചിട്ട് അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ നടക്കൂല. ഇപ്പൊ TP ശാസ്ത്രമംഗലം ഇപ്പൊ ഇരുന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കാണുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിയുടെ ഒരു സ്റ്റൈൽ അതായിരിക്കുമല്ലോ. പുള്ളിയുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രസംഗമായിട്ട് എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും സാധ്യതയില്ല. ആൾക്കാർ മാറി വരും. ഈ സംഭവം ഇവിടെ തന്നെ ഉണ്ടാവും. അതെ. ആ സിനിമ റിവ്യൂവിന്റെ കാര്യത്തിലാണ്. ഇതിനിപ്പം പുതിയൊരാൾ വന്നിട്ട് ഫുഡ് വ്ളോഗ് ആയിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ലോകത്ത് ആരും കഴിക്കാത്ത ഭക്ഷണം കാണിക്കേണ്ടി വരും. അത് പോയിന്റാ. ഈ നമ്മളിപ്പോ ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കത്തുക എന്ന് പറഞ്ഞൊരു ടൈം ഇപ്പൊ വന്നത് മോഹൻലാൽ ലാലേട്ടൻ മീശ എടുത്തപ്പോഴാണ്. 8-9 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പഴയ ലുക്കിൽ കണ്ടത്. ഒരു റിവ്യൂവർ എന്നുള്ള രീതിയിൽ അടുത്ത ഇപ്പൊ തരൺമൂർത്തിയുടെ ഒരു സിനിമ ഇപ്പൊ തുടരും ഇറങ്ങുന്നതിന് മുൻപ് അശ്വന്ത് ഒരു റിവ്യൂവിൽ പറഞ്ഞത് ഭയങ്കര പ്രതീക്ഷയാണ് പറഞ്ഞത് തരൺമൂർത്തിയുടെ സിനിമയെ പറ്റി. അതുപോലെ തന്നെ ആ സിനിമ അത് മീറ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പം അടുത്ത ഒരു സിനിമ വരുന്നില്ല, ലവലാഞ്ചൻ എന്നാണ് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റർ. അപ്പൊ മീശ മാത്രം വെച്ച് താടി വടിച്ച ഒരു ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് എന്താണ് ആ സിനിമ ലാലേട്ടൻ ഈ ലുക്ക് വെച്ചിട്ട് പ്രതീക്ഷകൾ എന്തായിരിക്കും? അല്ല, തരൺമൂർത്തി സിനിമ ആയതുകൊണ്ട് തന്നെ ലുക്ക് വെച്ചിട്ടല്ല തന്നെ പ്രതീക്ഷയുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ കേസ് എന്നെ ഇപ്പം കുറച്ച് കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ലാലേട്ടൻ്റെ ഈ പിക്ചേഴ്സ് വന്നതിന് ശേഷം, വീഡിയോസ് വന്നതിന് ശേഷം എൻ്റെ ഞാൻ പണ്ട് ലാലേട്ടൻ്റെ ഈ പോസ്റ്റ് ഓഡിയൻ പീരീഡിൽ വന്ന സിനിമകൾ ഞാൻ റിവ്യൂ ചെയ്ത ക്ലിപ്സ് ഉണ്ടല്ലോ,
അതിൽ ഞാൻ ലാലേട്ടനെ നിശ്ചിതമായി വിമർശിച്ചത് ലാലേട്ടന്റെ ഫേസ് ഉം, അനങ്ങുന്നില്ല, ഉം, ഐ ബാഗ് ഇല്ല, ഉം, മറ്റേ പറഞ്ഞിട്ട് ഒടിയന്റെ കേസ് അറിയാലോ. ഉം. അപ്പൊ അത് വെച്ചിട്ട് എന്നെ പൂരത്തെറിയാം. ഇൻസ്റ്റയിലൊന്നും തെറിക്ക് കണക്കില്ല. ഇറങ്ങി വാടാ എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ എന്താടാ കാണടാ, ഇപ്പൊ എന്താടാ നീ അങ്ങനെ പറഞ്ഞടാ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിനൊരു മെഡിക്കൽ സയൻസിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അതിന്. അതെ. അപ്പൊ അതിന് ടൈം ഉണ്ടായിരുന്നു. അത് ആൾക്കാർക്ക് അറിയായിരുന്നു, അതായത് വിവരമുള്ള ആൾക്കാർക്ക് അന്നേ അറിയായിരുന്നു ഇത് ഇറ്റ് വിൽ ടേക്ക് ഒരു 6-7 years എടുക്കുന്നു. ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ ആ ഒരു സൈഡ് എഫക്റ്റ് മാറാൻ വേണ്ടി അത്രയും സമയം ആവശ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത്രയും കാലം ഞാനായിട്ട് താടി വെച്ച് അഭിനയിച്ചേ. കാരണം ആ സമയത്ത് താടി എടുത്ത പ്രശ്നമായിരുന്നു. അത് എടുത്തപ്പോഴും നമ്മൾ കണ്ടതോ ഏതോ ഒരു 1-2 പടം, എനിക്കൊന്ന് ബിഗ് ബ്രദറിലാണെന്ന് തോന്നുന്നു. കംപ്ലീറ്റ്ലി താടി എടുത്തിട്ടില്ല, അതുകൊണ്ട് ട്രിം ചെയ്തിട്ടേ ഉള്ളൂ. trim ചെയ്ത്. ഇതുപോലെ ചെയ്തിട്ടില്ല. ഇതുപോലെ ചെയ്താൽ അത് സംഭവം ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള സൈഡ് എഫക്റ്റ് കൊണ്ട് പറ്റൂലായിരുന്നു. ഇതതിന്റെ ടൈം, മെഡിക്കലി അതിന്റെ ടൈം കഴിഞ്ഞ് അത് റിക്കവർഡായി കംപ്ലീറ്റ്ലി. അപ്പൊ കറക്റ്റ് ടൈമിൽ തരുൺമൂർത്തിക്ക് പ്രൊജക്ട് വന്ന് പുള്ളി പിന്നെ ലാലേട്ടനെ ഇപ്പം നിലവിൽ കണ്ടംപററി ലാലേട്ടൻ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ അറിയുന്ന ആള് തരുൺമൂർത്തിയാണ്. അത് അദ്ദേഹത്തിന് ഇന്റർവ്യൂസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പം പുള്ളി അത് പെർഫെക്റ്റ്ലി യൂസ് ചെയ്യുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊരു അപാര സംഭവമായിരിക്കും. ഈ മെഡിക്കൽ ടൈം പറയുമ്പോൾ അതിനൊരു ആധികാരികത പരിശോധിച്ചിട്ടാണോ പറയുന്നത് ഇത്രയും മെഡിക്കൽ ഇത്ര അല്ല, ഞാൻ കുറെ ഡോക്ടേഴ്സിന്റെ ഇത് വായിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് വേർഡ്സ് യൂസ് ചെയ്യാത്തത്. മനസ്സിലായി? ബോട്ടക്സ് എന്ന് ഞാൻ പറയാത്ത ബോട്ടക്സ് ആണെന്നുള്ള എനിക്കറിയില്ല. അത് വേറെയും ഫേസ് ലിഫ്റ്റ് വേറെ പലതും പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറെ ഡോക്ടേഴ്സ് എഴുതിയിട്ടുണ്ട് ലാലേട്ടൻ്റെ ഇതിനെക്കുറിച്ച്. അപ്പം അവർ ഇനി ഇതിപ്പം ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പറയുന്നത് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഈ ഡോക്ടേഴ്സ് എഴുതിയത് വായിച്ചിട്ടാണ് ഞാനിത് മനസ്സിലാക്കിയത്. ഇപ്പൊ ഈ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് അറിയപ്പെടുന്ന ഒരു മലയാളിയാണ് മോഹൻലാൽ. അദ്ദേഹത്തിനെ പോലെ ഒരാളെ നിശിതമായി വിമർശിക്കുക, ലുക്കിനെ വിമർശിക്കുക, അല്ലെങ്കിൽ അഭിനയത്തിനെ വിമർശിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഒരു സധൈര്യം വിമർശിക്കുമ്പോൾ ഉള്ളിൽ ശരിക്കും എപ്പോഴെങ്കിലും പേടിയുണ്ടാവും. ഇത്രയും ഫാൻ ഫോളോയിങ് ഉള്ള, ഇത്രയും മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വിമർശിക്കുന്നത്. അശ്വന്ത് ഗോക്കിന്റെ ബാല്യത്തിലും അശ്വന്ത് ഗോക്ക് എൻജോയ് ചെയ്ത സിനിമകൾ തന്നവരാണ് ഇവരെല്ലാം. അവരെയാണ് ഞാൻ വിമർശിക്കുന്നത്, ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് അങ്ങനെ എപ്പോഴും ഒരു ഉൾഭയം തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹലോ, ഇപ്പൊ ഞാൻ പേടിക്കേണ്ടാത്ത ഒരാളുണ്ടെങ്കിൽ ലാലേട്ടനായിരിക്കും. കാരണം ലാലേട്ടൻ അങ്ങനെ ഒരു അപാരമായിട്ടുള്ള ഒരു മനുഷ്യനില്ലേ ആസ് എ പേഴ്സൺ. ലാലേട്ടനല്ല ഉദ്ദേശിച്ചത്, ഫാൻസിനെ. ലാലേട്ടൻ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വലിയ പ്രസ്ഥാനം കിടക്കുന്നുണ്ട്. അല്ല, അത് പ്രസ്ഥാനം കടന്നു കഴിഞ്ഞാലും ഈ ട്രൂ ഫാൻസിന് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് വിമർശിക്കുന്നത്. കാരണം ഇതേ ഞാൻ തന്നെ ലാലേട്ടൻ്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തന്നെ എടുത്ത് കത്തിക്കാറുണ്ട്. കാരണം കാരണം ഞാൻ ട്രൂ ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ നേര് വന്ന സമയത്ത് എനിക്ക് ലിറ്ററലി ഞാൻ കരഞ്ഞിട്ടുണ്ട് സിനിമ കണ്ടിട്ട്. അതായത് ആ കരഞ്ഞ വെച്ചാൽ ലാലേട്ടൻ കരഞ്ഞു മീൻസ് ഞാനങ്ങനെ സങ്കടം വന്ന് കരഞ്ഞല്ല, അത് നമുക്കൊരു ഇമോഷണലായി വരുന്ന സമയത്ത് നരഞ്ഞു പറഞ്ഞാൽ അപ്പാട് പൊട്ടിക്കറിഞ്ഞില്ല, അങ്ങനെ കണ്ണ് നിറഞ്ഞു. കാരണം നേരങ്ങനെ ആ സമയത്ത് കിട്ടിയ ഒരു ജമ്മായിരുന്നു ആ സമയത്ത്. അപാര സിനിമയൊന്നുമല്ല, പക്ഷേ ലാലേട്ടൻ്റെ ആ സാധനം കിട്ടിയ ന്യൂആൻസൻസ് കിട്ടിയപ്പോൾ സന്തോഷം. അപ്പം അതുകൊണ്ട് അല്ലാതെ ഈ അന്തം ഫാൻസിന് എന്തായാലും ദേഷ്യം കാണുമല്ലോ. അതിപ്പം ലാലേട്ടൻ ഫാൻസിന് മാത്രമല്ല, മമ്മൂക്ക ഫാൻസ് എന്നോട് ദേഷ്യമുള്ള ആൾക്കാരെ കൂടുതൽ. അപ്പം ഇതിങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ ഈ പണി നടക്കൂല. എനിക്ക് തോന്നുന്നു മലയാളത്തിലൊക്കെ ആദ്യമായിട്ടായിരിക്കും ഒരാൾ മറ്റുള്ളവരുടെ ദേഷ്യം വിറ്റ് കാശാക്കുന്നത് കണ്ടിട്ടുള്ളത്. അല്ല, ഇത് ഞാൻ അശ്വന്തിന്റെ റിവ്യൂ കാണാൻ കയറുന്നത് ഇവൻ എന്താ പറഞ്ഞേക്കണെന്ന് പറയാൻ വേണ്ടിയിട്ട് ശത്രുക്കളായിരിക്കും മെജോറിറ്റി കാണാൻ ചിലപ്പോൾ കയറുന്നത്. പകുതിക്ക് മുകളിൽ ചിലപ്പോൾ അവരായിരിക്കും ഇവൻ എന്തായിരിക്കും നമ്മുടെ പടത്തിനെ പറ്റി പറഞ്ഞേക്കണേ. അല്ല, അത് മനഃപൂർവ്വം വിറ്റ് കാശാക്കുന്നില്ല, കാശ് വരുന്നതാണ് സംഭവം. ഞാനതൊരു അലങ്കാരികമായിട്ട് മനസ്സിലായി. ഈ അതുപോലെ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഇപ്പം മോഹൻലാൽ എന്നൊരു പേര് പറയുമ്പോഴും എപ്പോഴും പറയും ഇങ്ങനെ മോഹൻലാൽ എന്ന് പറയും, ഡിക്യു എന്ന് പറയുമ്പോൾ തീർക്കാൻ പറ്റും തീർക്കട എന്ന് പറയും, ഷൈൻഡോ എന്ന് പറയുമ്പോൾ ഇതിന്റെ ആവശ്യം എന്താണ്? അവരെ ശരിക്കും പേഴ്സണലി വ്യക്തിഗത ചെയ്യുന്നതല്ലേ? ഏതെങ്കിലും സിനിമകൾ അങ്ങനെ പറഞ്ഞു മിമിക്രി കൂടെ നിരോധിക്കേണ്ടി വരും. കാരണം മിമിക്രിക്കാർ എന്താ കാണിക്കുന്നത്? മരിച്ചുപോയ ആൾക്കാർ വരെ കാണിക്കുന്നുണ്ട്, ജയനെയും സത്യനെയും. അവര് കളിയാക്കുന്നില്ലല്ലോ. പിന്നെ കളിയാക്കല്ലാതെ അശ്വന്ത് ഗോക്ക് അവരുടെ ഒരു ഏതെങ്കിലും ഒരു സിനിമയിൽ പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് ഒരു ഡയലോഗ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഡയലോഗ് തന്നെയല്ലേ പാളിപ്പോയ സാധനം എടുത്ത് പറയുന്നതല്ല. പാളിപ്പോയത് നമുക്ക് കുഴപ്പമില്ല, അത് നമുക്ക് പറയാൻ കുഴപ്പമില്ല. കാരണം അത് അവര് പറഞ്ഞിട്ടുള്ള ഡയലോഗ് തന്നെയല്ലേ. അല്ലാതെ പക്ഷെ അത് പ്രയോഗിക്കുന്ന അസ്ഥാനത്തല്ല, അത് ഫ്ലോയിൽ അവരെ കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്ന. അതുകൊണ്ട് ലാലേട്ടൻ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യുന്നില്ലേ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഞാൻ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം അല്ലല്ല, അത് അങ്ങനെ തോന്നി കാണും. പക്ഷെ അപ്പൊ ഞാൻ അങ്ങനെ കൂടെ പറയുന്നതുകൊണ്ടാണ് എന്റെ വീഡിയോ കാണാൻ രസം. അതെ, ഞാനിങ്ങനെ ഇരുന്ന് വാർത്ത വായിക്കും പോലെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു സുഖമില്ലല്ലോ. മലയാളത്തില് മോഹൻലാല്, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ഈ 4 പേരായിരുന്നു ഒരു സമയത്തുണ്ടായിരുന്നു. പിന്നീട് മോഹൻലാൽ, മമ്മൂട്ടി മാത്രമായി
അത് അവിടേക്ക് ദിലീപിന്റെ എൻട്രി വന്നു വന്നു. വന്നു സുരേഷ് ഗോപി താരതമ്യേന അദ്ദേഹത്തിന്റെ സിനിമകൾ കുറഞ്ഞു. കുറഞ്ഞു വരുന്നു. ആ സമയത്ത് ജയറാം ഈ ഒരു താരനിരയിൽ നിന്ന് മാറി അന്യഭാഷയിലേക്ക് പോകുന്നു, അവിടെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. പിന്നീട് മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള 2 പേരിലേക്ക് സിനിമ ഒതുങ്ങുന്നു. അതെ. പിന്നീട് ദിലീപിന്റെ പല ഇഷ്യൂസും പിന്നെ അദ്ദേഹം മാറുന്നു. ആ സ്ഥാനത്തേക്ക് പലരും വന്ന് പൃഥ്വിരാജ് വരുന്നു പോകുന്നു. പക്ഷെ ഇപ്പോഴും മമ്മൂട്ടി മോഹൻലാൽ മാത്രം നിൽക്കുന്നത്. സുരേഷ് ഗോപി വീണ്ടും ചില സിനിമകളിൽ തിരിച്ചു വരുന്നു. പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. ഈ ജയറാമിന്റെ ഒരു കരിയർ ഒരു റിവ്യൂവർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം മറ്റു ഭാഷയിൽ പോയി പല സൈഡ് വേഷം ചെയ്തു. ഇപ്പം കാളിദാസൻ പറഞ്ഞു നല്ല പൈസ കിട്ടും അതുകൊണ്ടാണ് പോണേ, തമാശ രീതിയിലാണ് ജയറാം തിരുത്തി. ഇദ്ദേഹത്തിന്റെ ഒരു കരിയർ പഴയ ഒരു സ്റ്റാർഡം നഷ്ടമായതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കും തോന്നുന്നത് ഒരു റിവ്യൂവർ എന്നുള്ള നിലയിൽ? അല്ല, ജയറാമിന് പണ്ടേ സ്റ്റാർഡും ഇല്ല. സ്റ്റാർഡം എണ്ണുന്ന ഒരാളാണ്. ജയറാമിന്റെ ബേസിക് പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് പുള്ളിക്ക് സ്വാഗ് ഇല്ല. പുള്ളിക്ക് ഫാമിലി പടങ്ങള്, ഡ്രാമാറ്റിക് ആയിട്ടുള്ള സിനിമകൾ, സ്റ്റോറി ഓറിയന്റഡ്, പിന്നെ ഓഫ് കോഴ്സ് കോമഡി, അത് പുള്ളി കിട്ടില്ല. അപ്പോൾ CID ഉണ്ണികൃഷ്ണൻ BA BEd ഒക്കെ ഞാൻ ഇപ്പോഴും എടുത്ത് കാണാറുണ്ട്. പുള്ളിയുടെ പഴയ സിനിമകളൊക്കെ എനിക്കിഷ്ടം. മറ്റേ പുള്ളി പളനിയിലെ മറ്റേ ഉച്ചയ്ക്ക് അതിന് പുള്ളി ഫിറ്റായിരുന്നു. പുള്ളിക്ക് ടൈലർ മെയ്ഡ് റോൾസ് ആയിരുന്നു അതൊക്കെ. പുള്ളി കിട്ടലായിട്ട് ചെയ്യുകയും ചെയ്യും, കൈനിട്ടും ചെയ്യും. പിന്നെ ദിലീപിന് എൻട്രി വന്നതോടെ ദിലീപിന് ജയറാമില്ലാത്തൊരു സംഭവമുണ്ട്, സ്വാഗ്. ജയറാമിന്റെ പഴയ സിനിമകൾ ഇപ്പോൾ എടുത്ത് നോക്കിയാൽ മതി, പുള്ളി സ്വാഗ് കാണിക്കുന്ന സമയത്ത് അങ്ങ് സുഖമില്ല. സ്ക്രീൻഷോട്ട് അടിച്ചാൽ പണി പാടും. പുള്ളി ഏറെ പിടിക്കുന്നതും ആറ്റിറ്റ്യൂഡ് ഇടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പാപ്പ ആ ലെവലിലായി പോകും. ദിലീപിന് അതല്ല. ദിലീപ് ഇപ്പോൾ റൺവേ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ദിലീപിന്റെ കോമഡി സിനിമയായിട്ടുള്ള CID മൂസയെ പോലും ദിലീപിന് സ്വാഗ് ഉണ്ട്. അപ്പം ജയറാമിന്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു നടൻ പ്ലസ് സ്വാഗ് വന്നപ്പോൾ ദിലീപ് ഓഫ് കോഴ്സ് സ്റ്റാറായി. ഈ സ്റ്റാർ ഓറ ഇല്ലാത്ത ആൾക്കാരെ സ്റ്റാറാകാൻ പറ്റില്ല. അപ്പോൾ അവിടെ ജയറാമിന്റെ ഗ്യാപ്പിലേക്ക് ദിലീപ് കയറി വന്ന് ദിലീപിനെ കൊണ്ടുവന്നതിന് ജയറാമും ദിലീപ് തന്നെ പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊരു ക്യാരക്ടർ എഴുതി നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജയറാം ഒരു ദിലീപ് എന്ന ഓപ്ഷൻ വന്നാൽ സ്വാഭാവികമായിട്ടും ദിലീപിനത് പോവാം. ഇപ്പം റൺവേ ഇപ്പം മമ്മൂക്ക് വെച്ച പടാന്ന് ആദ്യം പറയുന്നത്. അടുത്ത ദിലീപിനും അതൊരിക്കലും ജയറാമിന് പോവില്ല. ഇപ്പോൾ CID മൂസ ജയറാമിന് പോവില്ല, കാരണം പറഞ്ഞ സ്വാഗ് ജയറാമിന് കിട്ടൂല. അപ്പം അങ്ങനെ വന്ന് പുള്ളിയുടെ നാച്ചുറൽ സ്വാഗില്ലായ്മ കൊണ്ട് പുള്ളി ഫില്ലോട്ടായി പോയതാണ്. പിന്നെ പുള്ളി പറഞ്ഞ പോലെ അന്യഭാഷയിൽ പോവുകയും ചെയ്തു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഓസ്ലർ തന്നെ പുള്ളിക്ക് എടുത്താൽ പോകാത്ത റോളത്. പുള്ളി എങ്ങനെയൊക്കെയോ ഒപ്പിച്ചത്, അത് ശ്വാസമൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ നിങ്ങളുടെ പറഞ്ഞാൽ ഞാനിപ്പോൾ ജയറാമിനെ വ്യക്തിഗത ചെയ്തെന്ന് പറഞ്ഞല്ല, എനിക്ക് തോന്നി അറിയാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് ഇത് തന്നെ ബെറ്റർ, ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് തന്നെ ബെറ്റർ. നായകനായിട്ട് വരുവാണെങ്കിൽ പുള്ളി എൻ്റെ അടുത്ത് വെറുതെ ഒരു ഭാര്യ ഏതൊരു പടം എൻ്റെ ഹിറ്റായിട്ടുണ്ടായിരുന്നു. അത് എത്രയോ വർഷം അതന്നെ അതേ പറഞ്ഞ അവസാനമായിട്ട് ഹിറ്റായതാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ പിടിച്ച് ചെയ്യാൻ പറ്റും. ഡ്രാമ കോമഡി സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതാണ് ഡ്രാമ, അതിൽ മമ്മൂക്ക ഉണ്ടല്ലോ. ഡ്രാമ, കോമഡി, ഇമോഷണൽ സീൻസ് ഒക്കെ ഗംഭീരമായിട്ട് ചെയ്യുമ്പോൾ മൂപ്പർ. മറ്റേ ഈ സിനിമയില്ലേ ബാബുവിന് വില്ലനായിട്ടുള്ള, എനിക്ക് ഭയങ്കര മെമ്മറി ലോസ് ഉണ്ട്, അവിടെ ഈ പേര് കിട്ടാത്ത ഉത്തമനിലൊക്കെ അതിൽ മീമൊക്കെ കണ്ടില്ലേ? അതായത് ദിലീപിന്റെ അതേ സോണിൽ ജയറാം സ്ട്രോങ് ആണ്, പക്ഷെ ഈ ഒരു ഒറ്റ സോണിൽ മിസ്സായി പോയി. ഇമോഷണൽ സീൻ രണ്ടുപേരും ഗംഭീരമായിട്ട് ചെയ്യുമല്ലോ.